കേസി കാശിന്നേ വരുള്ളൂ. ചേച്ചിയുടെ ഒച്ച കാശി. കേസിന്ന് പറയുമ്പോ പെട്ടെന്ന് കാശിന്നേ വരുള്ളൂ. അവൾക്ക് MC ആയിരുന്നു. വിദ്യക്ക് MC ആയിരുന്നു. അതെന്താ? അല്ല, MC പെട്ടെന്ന് അറിയാതെ അങ്ങ് വിളിച്ച് ശീലമായി പോയതുകൊണ്ടാണ് MC എന്ന് വിളിക്കുന്നത്. അത് പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, അറിയാതെ വല്ലതും വിളിച്ചാലുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ശരിക്കും കേസിയുടെ പേരെന്താ അന്നേരം? നിശാന്ത്. അല്ല, ഇപ്പഴാ ശരിയായി. നിശാന്ത് നിശയോടൊപ്പം ലൈവിൽ. ഇപ്പഴാ ശരിയായത്. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ലല്ലോ. നിമ്മി എന്താ പറഞ്ഞേ? നിമ്മി എന്താ പറഞ്ഞെന്ന് ഇപ്പൊ ഞാൻ പറയാം, ഒരു മിനിറ്റ്. കേസിന്റെ സോങ് അവൻ കേൾക്കുന്നു. അത് കേക്കുന്നു. കേസിന്റെ സോങ് കൊച്ചു കേൾക്കുന്നെന്ന്. മോനുണ്ട്, മോന്. നിമ്മിയുടെ മോൻ കേക്കുവാന്ന്. അതെ, അവളുടെ 2 മാസം ഒന്ന് കളിക്കും. അത് രണ്ടുപേരുടെ കൊച്ചിന് വേണ്ടി ഞാനൊരു പാട്ട് പാടി. എന്റെ മോനല്ലടാ, മോളാ. എന്റെ മോക്ക് 11 മാസം. അടുത്ത മാസം പിറന്നാളാ എന്റെ മോളുടെ. ഞാൻ വർത്താനം പറയുന്നതിന് അവള് മൂളുന്നത്. ഞാൻ ഒരു മിനിറ്റ്, ഈ മെസ്സേജ് സ്റ്റക്ക് ആയതാണോ എന്ന് ഞാൻ നോക്കട്ടെ. ഒന്ന് ടോപ്പ് കൊടുത്തു നോക്കട്ടെ. അതെ കേട്ടോ, മെസ്സേജ് സ്റ്റക്ക് ആയതായിരുന്നു. എനിക്ക് മാലാക പറഞ്ഞെടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു. എന്താണ് പേര് മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. രണ്ടുപേരോടും രണ്ടാൾ കുഞ്ഞീസൊക്കെ രണ്ടുപേരോടും കേൾക്കാൻ പറയില്ല. കാണാൻ പോവാ. നിമ്മി പോയിട്ട്. നിമ്മിയില്ല, ബോസ് പറഞ്ഞിരിക്കുന്നുണ്ട്. നിമ്മിക്ക് ഇപ്പൊ എത്ര സബ്ബായി നിമ്മിയ? ഇനി എത്ര വേണം? പാടി കേസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. പിക്കാച്ചു, ഹലോ. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പരന്നകന്നോ പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി. ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നോരു പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി മലത്തെ കിളി. തെന്നലും മകളിയോ കുഞ്ഞു തുമ്പി തമ്പൊരു വീട്ടിയോ, പുള്ളിലെ മാമയിൽ നീലപ്പീലികൾ വീശിയോ, എന്റെയോർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നോരു പൈങ്കിളി മലത്തെ കിളി, പൈങ്കിളി